ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 14. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ജഡ്ജിമാരോ? BJP സംഘപരിവാർ നേതാക്കൾ മാത്രമല്ല, ഹൈക്കോടതി ജഡ്ജിമാർ പോലും വർഗീയ വിദ്വേഷ പ്രസംഗവുമായി രംഗത്തിറങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളും നിലനിൽക്കെയാണ് തീവ്ര വർഗീയ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അങ്ങേയറ്റം വിദ്വേഷപരവും നിന്ദ്യവും ഭരണഘടനാ വിരുദ്ധവുമായ പരാമർശങ്ങൾ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് നടത്തിയത്. പ്രീതിയോ പക്ഷപാതമോ ഇല്ലാതെ രാജ്യത്തെ നിയമം ഉയർത്തിപ്പിടിച്ച് ജുഡീഷ്യൽ അധികാരങ്ങൾ നിറവേറ്റും എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരാണ് ജഡ്ജിമാർ. ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും അനുസൃതമായി മാത്രം കേസുകളെ സമീപിക്കാനും വിധി പറയാനും ബാധ്യതപ്പെട്ടവർ. ജാതിക്കും മതത്തിനും ദേശത്തിനും രാഷ്ട്രീയത്തിനും വിശ്വാസത്തിനും അതീതമായി വസ്തുക്കളെ നിയമപരമായി സമീപിക്കുകയും ന്യായയുക്തമായി മാത്രം നിയമത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടവർ. അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നീതിയുടെയും നിയമവാഴ്ചയുടെയും ഭരണഘടനാ ധാർമ്മികതയുടെയും തകർച്ചയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഈ പദവി അലങ്കരിക്കാൻ ശേഖർ കുമാർ യാദവ് യോഗ്യനല്ല. കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. ജഡ്ജിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ മുന്നുത്തരവ് പ്രകാരം ഹൈക്കോടതി ജഡ്ജിക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്ത് അദ്ദേഹത്തെ ഉടൻ ചുമതലയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. നവംബർ 10 വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇത്തരമൊരു സംശയം ഉയർത്തുന്നത്. തികച്ചും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ച ശേഖർ കുമാർ യാദവിനെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തിറങ്ങുകയാണ്. ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. വിദ്വേഷ പ്രസംഗത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല, ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ നൽകിയ നോട്ടീസ് ചർച്ച നടത്താനാവില്ലെന്ന് ധിക്കാരപരമായ നിലപാടും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് ഹിന്ദുസ്ഥാനാണ്, ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ, അതാണ് നിയമമെന്നാണ് ജഡ്ജി ശേഖർ കുമാർ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവയെ ബഹുമാനിച്ചേ തീരൂ, തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല തുടങ്ങിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളായിരുന്നു പ്രസംഗത്തിലുടനീളം. ജസ്റ്റിസ് യാദവിന് ഭരണഘടനയോടും നിയമത്തോടും യാതൊരു പരിഗണനയും ബഹുമാനവും ഇല്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരും താഴെത്തട്ടിലുള്ള ജുഡീഷ്യൽ ഓഫീസർമാരും വർഗീയവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമുള്ള പരാമർശങ്ങൾ നടത്തുന്നത് കൂടി വരികയാണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ പാകിസ്ഥാനെന്ന് കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശീശാനന്ദ് ആക്ഷേപിച്ചത് 2.5 മാസം മുമ്പാണ്. കോടതിയിൽ വാദം നടക്കുന്നതിനിടെയാണ് നിങ്ങൾ മൈസൂരുവിലേക്ക് പോകൂ, അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ 10 പേരെങ്കിലും കാണും, പക്ഷേ അവിടെ പാകിസ്ഥാനായതു കാരണം പോലീസുകാർക്കൊന്നും ചെയ്യാനാകില്ല, അവർക്ക് മർദ്ദനമേൽക്കേണ്ടി വരും എന്ന പ്രസ്താവന നടത്തിയത്. വിവാദ പരാമർശം തെറ്റാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാജിവെക്കുന്ന ജഡ്ജിമാരും RSSന്റെ പ്രത്യയശാസ്ത്രമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരും എന്ത് നീതിയാണ് നടപ്പാക്കുക? ഇത്തരക്കാർ എങ്ങനെയാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്നത്? ഇത്തരം പരാമർശം നടത്താൻ എങ്ങനെ ധൈര്യം ലഭിക്കുന്നുവെന്നതും ഗൗരവത്തോടെ കാണേണ്ടതാണ്. ന്യായാധിപന്റെ ദൈവവിശ്വാസമോ മതവിശ്വാസമോ അല്ല കോടതികളുടെ നീതിവിചാരങ്ങളുടെ അടിത്തറ, മറിച്ച് ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറയിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയും അതിൻ്റെ നീതി വിചാരങ്ങളുമാണ്. അതുതന്നെയാണ് ഇന്ത്യയെ ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തുന്നത്. എന്നാൽ ഇതിനെ അട്ടിമറിക്കുന്ന സമീപനങ്ങളാണ് കുറച്ചു കാലമായി ചില ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഭൂരിപക്ഷ മതവർഗീയതയുടെ ഫാഷിസ്റ്റ് രാഷ്ട്രീയം ഏറ്റവും ഭീകരമായ രീതിയിൽ വെറുപ്പിൻ്റെയും ഹിംസയുടെയും രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് ഒരു വിഭാഗം ജഡ്ജിമാർ. ജഡ്ജിമാർക്കുൾപ്പെടെ വിശ്വാസങ്ങളും രാഷ്ട്രീയ ചിന്തകളും ഉണ്ടാകും. പക്ഷേ അവർ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ മാനവികതയും ഭരണഘടനയുമാവണം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഭരണഘടനയുടെ കാവൽക്കാരാവേണ്ട ജഡ്ജിമാരിൽ നിന്നുണ്ടാകുന്ന നിയമവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ അത് ഭരണഘടനയുടെ തകർച്ചയിലേക്ക് നയിക്കും.